നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് കുടുംബസംഗമം സ്നേഹസ്പർശം 2026 നടന്നു. കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർമാൻ റെജി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജോജോ ജോൺ മുഖ്യ സന്ദേശം നൽകി. റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ഫാദർ ജോൺ എറണാകുളം കിറ്റ് വിതരണം ഉദ്ഘാടനം നടത്തി. കൗൺസിലർമാരായ മായ വിശ്വനാഥൻ, സാറ TS, ബിജു ജോൺ, സലീമ മനോജ്, ഷാജി K മാത്യു, സണ്ണി കുര്യാക്കോസ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മെർലിൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്നി മാർക്കോസ്, HMC മെമ്പർ അനിൽകുമാർ, ചിൻമുദ്ര ട്രസ്റ്റ് പ്രസിഡന്റ് K വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തോടു കൂടിയ ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരായ പാലിയേറ്റീവ് നമ്മളുടെ കുടുംബസംഗമവും കലാപരിപാടികളും ഇന്ന് രാവിലെ 10 മണി മുതൽ ആരംഭിക്കുകയാണ്. ഈ പാലിയേറ്റീവ് സംഗമത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഇന്ന് ഈ പ്രദേശത്തെ ഒട്ടനവധി സാമൂഹിക സംഘടനകളുണ്ട്. കടന്നു വന്ന എല്ലാവരും പാലിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നഗരസഭയിലെ പാലിയേറ്റീവ് ഓമന എല്ലാ വീടുകളിലും പാലിയേറ്റീവിൻ്റെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ചെന്ന് അവർക്ക് വേണ്ട എന്തെങ്കിലും ക്യാൻറ്റീൻ ഇടുന്നതിന് അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കയറ്റുന്ന ആർക്കെങ്കിലും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും 1963 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ സ്വാന്തന പരിചരണമാണ് പാലിയേറ്റീവായി വളർന്നിരിക്കുന്നത്. വീടുകളിൽ ഗുരുതരമായ രോഗങ്ങളൊക്കെ ബാധിച്ച് പുറത്തിറങ്ങാൻ പാടില്ലാത്ത രീതിയിലും അല്ലാതെയൊക്കെയുള്ള ദോഷകരമായ ഒരു ചടങ്ങാണിത്. നമ്മുടെ നഗരസഭാ പ്രദേശത്ത് പാലിയേറ്റീവ് കെയറിൻ്റെ സേവനം ഏകദേശം 200ഓളം രോഗികൾക്ക് ലഭിക്കുന്നു. അത് സെക്കൻഡറി പാലിയേറ്റീവിൻ്റെ ഏകദേശം 65 പേർക്ക്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മളുടെ കിടപ്പ് രോഗികളായിട്ട് നമ്മുടെ അല്ലെങ്കിൽ പാലിയേറ്റീവിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭയിൽ 125ഓളം ആളുകൾ. ഈ 125 ആളുകളിൽ 50-ൽ പരം ആളുകൾ ഒരു കാരണവശാലും അവർക്ക് ഇതുപോലൊരു വേദിയിൽ പങ്കെടുക്കാനാവില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും കിടപ്പായിട്ടുള്ളവരാണ്. കെയർ സെന്ററിലെ മുഴുവൻ ടീമിനും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പാലിയേറ്റീവ് കെയർ എന്നത് വെറും വൈദ്യസഹായമല്ല, ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ അന്തസ്സ്, ആശ്വാസം, വൈകാരിക ശക്തി, മനുഷ്യബന്ധം എന്നിവയെക്കുറിച്ചാണ്. രോഗികളെ പരിചരിക്കുന്നതിനും അവരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള initiative is being done without being told എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിനുള്ള ഇനീഷ്യേറ്റീവ് ആരും പറയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. റോട്ടറി ഇന്റർനാഷണൽ അതിൻ്റെ 121ാമത്തെ വാർഷിക ആഘോഷത്തിന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ ഇന്നലെ തുടങ്ങിയ പരിപാടിയിൽ 2ാമത്തെ പരിപാടിയാണ് ഇവിടെ കിറ്റ് വിതരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ഷാജി
വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.